സിംപ്ലി ഭൂട്ടാനിലെ വിശേഷങ്ങൾ തുടരുകയാണ്. ഇതാണ് ഭൂട്ടാനിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ബാത്ത് ടബ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്ന കല്ലുകൾ നദിക്കരയിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രത്യേകതരം മിനറൽസ് അടങ്ങിയ ഈ കല്ലുകൾ ചൂടാക്കിയതിനു ശേഷം ബാത്ത് ടബിൻ്റെ ഇടതുഭാഗത്തായി വയ്ക്കുന്നു. സ്വാഭാവികമായും കല്ലിലെ ചൂട് കാരണം ഇതിലെ വെള്ളവും ചൂടുവെള്ളമായി മാറുന്നു. ചൂടുവെള്ളത്തിൽ ഉള്ള ഈ കുളിയെ ഹോട്ട് സ്റ്റോൺ ബാത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചില ഔഷധ സസ്യങ്ങൾ കൂടി വെള്ളത്തിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ പണ്ടുകാലങ്ങളിൽ ശരീരവേദനയ്ക്കും സന്ധിവാതത്തിനുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റായി അവർ ഇതിനെ കണ്ടിരുന്നു. ഈ കാണുന്നത് ഉണക്കിയ മുളകാണ്. ഭൂട്ടാനീസ് ഭക്ഷണ രീതിയിൽ മുളകിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മുളക് അവരുടെ ഒരു ഭക്ഷണ രീതിയിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മിക്ക ഭൂട്ടാനീസ് വീടുകളിലും ഇത്തരത്തിൽ മുളക് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു പതിവ് പണ്ട് മുതലേ ഉണ്ട്. ഇതൊരു പരമ്പരാഗത ഭൂട്ടാനീസ് വീടിൻ്റെ അടുക്കളയാണ്. അവർ അവിടെ പാചകം ചെയ്യുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് പണ്ട് അവിടെയുള്ള വീടുകളിൽ ഉപയോഗിച്ചിരുന്ന വെണ്ണ കടഞ്ഞെടുക്കുന്ന യന്ത്രം. ഈ കടഞ്ഞെടുക്കുന്ന വെണ്ണ അവർ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് ഇത്തരം മുള കൊണ്ടുള്ള പാത്രങ്ങളിലായിരുന്നു. ഇത്തരം പാത്രങ്ങളുടെ ഉള്ളിൽ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇല്ലാതിരുന്ന കാലങ്ങളിൽ പോലും വെണ്ണ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇത്തരം പാത്രങ്ങൾ സഹായിച്ചിരുന്നു. ഇത് ഭൂട്ടാനിലെ ഒരു പുരാതന സംഗീത വാദ്യോപകരണമാണ്. സഞ്ചാരികൾക്കും ഈ വാദ്യോപകരണം ഉപയോഗിച്ച് നോക്കാൻ അവസരമുണ്ട്. ആ വാദ്യോപകരണത്തിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല, നമ്മൾ എങ്ങനെയൊക്കെയും തട്ടിയാലും വളരെ മനോഹരമായ സംഗീതമാണ് അതിൽ നിന്ന് വരുന്നത്. ഇത് നമ്മൾ ആദ്യത്തിൽ രുചിച്ച് നോക്കിയ പ്രാദേശികമായി അവിടെ നിർമ്മിക്കുന്ന വൈൻ വിപണന കേന്ദ്രമാണ്. ഒരു ബോട്ടിൽ വൈനിന് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളെന്തായാലും മലയാളികളുടെ അഭിമാനം കാത്തിട്ടുണ്ട്. കാരണം നിമിഷ നേരം കൊണ്ടാണ് അവിടുത്തെ ഷെൽഫെല്ലാം കാലിയായത്. ഇനി നമ്മൾ കാണുന്നതാണ് പാടത്തിലും പറമ്പിലും പണിയെടുക്കുമ്പോൾ അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് പാടുന്ന നാടൻ പാട്ടിൻ്റെ ഭൂട്ടാനീസ് വേർഷൻ.